ഹായ്, ഞാൻ നക്ഷത്ര. +1 ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ്. ഞാൻ പൊതുവേ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന ആളാണ്. ആദ്യമായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമിനേഷനാണ് LSS. അത് 4th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ടീച്ചേഴ്സ് പറഞ്ഞതനുസരിച്ച് സ്കോളർഷിപ്പ് എക്സാമിനേഷനാണ്, കിട്ടിയ ഭയങ്കര ബെനഫിറ്റ് ഉണ്ട് എന്നൊക്കെ ഒരു മൈൻഡിലുണ്ട്. പക്ഷേ ഇതിനൊക്കെ പുറമെ ഞാൻ പഠിച്ചത് ട്രോഫിക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് എന്തോ ട്രോഫിയോട് ഭയങ്കര ക്രേസാണ്. അപ്പോൾ ആ 4ാം ക്ലാസ്സിലെന്നൊക്കെ പറയുമ്പോൾ സ്കോളർഷിപ്പ് പ്രൈസ് ഒരു ഭാഗത്തുണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് വേണ്ടത് ട്രോഫിയാണ്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി പഠിച്ചു. എന്നെ അമ്മ പിന്നെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ സ്കോളർഷിപ്പ് എക്സാം ക്ലിയർ ചെയ്തു, അതായത് സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ ഭയങ്കര ഹാപ്പി. എന്തോ ആദ്യമായിട്ട് എഴുതിയതുകൊണ്ടായിരിക്കാം. LSSന് സ്റ്റഡി ടിപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് നന്നായി വായിക്കും. അത് റൈറ്റിംഗ് എക്സാമാണ്, അതായത് OMR ഒന്നല്ല. അപ്പം ഞാൻ നന്നായിട്ട് എഴുതി, ടൈമൊക്കെ വെച്ച് എഴുതി പ്രാക്ടീസ് ചെയ്ത്. അതുപോലെ ബുക്ക് നന്നായി വായിക്കണം, SCERT ബുക്ക് നന്നായിട്ട് വായിക്കണം. PYQ ഒക്കെ സോൾവ് ചെയ്ത് അങ്ങനെ LSS എക്സാം കിട്ടി. പിന്നെ വരുന്ന എക്സാമാണ് USS. അത് നോർമലി 7th എല്ലാവരും എഴുതുക. പക്ഷേ ഞങ്ങളുടെ കോവിഡ് ടൈമായിരുന്നു. ഞാൻ 6th പഠിക്കുമ്പോഴാണ് കോവിഡ് ടൈം വന്നത്. അപ്പോൾ ഞാൻ 6th നന്നായി ഉഴപ്പി. പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും സിലബസ് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഒരു ബേസ് ഉണ്ടായിരുന്നില്ല. ഈ USSനാണെന്നുണ്ടെങ്കിൽ 5th 6th സിലബസ് വരും. അപ്പോൾ എന്നെ ടോട്ടലി അത് കുഴപ്പിച്ച് കളഞ്ഞു. കാരണം 7th ഒരു ഹാഫ് വരെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം എനിക്ക് വാങ്ങാമെന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ പഠിച്ചിട്ടുണ്ടായിരുന്നു 7th. പക്ഷേ 6th ബേസില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ അതൊക്കെ കവറപ്പ് ചെയ്ത് ഈ ബോക്സ് ഉണ്ടാവുമല്ലോ, എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ബോക്സസ്, USS എക്സാമിന് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ ബോക്സസിൽ നിന്നായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ പഠിച്ച് ഒരു ബോക്സ് പോലും വിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി അഥവാ അതിൽ ക്വസ്റ്റ്യൻ വന്നാലോ എന്നൊക്കെ വിചാരിച്ച് അതൊക്കെ വായിച്ച് പഠിച്ച് 8th ഞാൻ ആ എക്സാം എഴുതുന്നത്. 7th വെക്കേഷനൊക്കെ കംപ്ലീറ്റ്ലി ഇതിനു വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം എഴുതി. അതിൽ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും OMR കൈ കിട്ടിയപ്പോൾ ഭയങ്കര പേടി, ടെൻഷനുള്ള ഒരാളാണ്. അപ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ കൊണ്ടുപോയി മാറി കറുപ്പിച്ചു. അതായത് ഈ OMRൽ കറുപ്പിക്കുമ്പോൾ ബബിൾ ചെയ്യുമ്പോൾ ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അടുത്ത് ചെയ്യുമ്പോൾ തെറ്റും, നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോയി. അപ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് ഒക്കെ പോയി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് എനിക്ക് കിട്ടി, USS എക്സാം കിട്ടി. ജസ്റ്റ് പാസ്സായിരുന്നു. അതായത് കട്ട് ഓഫിൻ്റെ ജസ്റ്റ് 1 or 2 മാർക്ക് മാത്രമേ കൂടുതലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒന്നല്ല പഠിച്ചത്, കിട്ടിയത് അത്രയേ ഉള്ളൂ. എന്തോ ഭാഗ്യത്തിന് കിട്ടി. അത് കഴിഞ്ഞിട്ട് എഴുതുന്നതാണ് 8th NMMS എക്സാം. അത് ഈ LSSും USSും പോലെയല്ല. 48,000 സ്കോളർഷിപ്പ് പ്രൈസ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡാണ്. കട്ട് ഓഫ് പിന്നെ കാറ്റഗറി PSC എക്സാം പോലെയാണ്. അപ്പോൾ ഭയങ്കര പേടിയുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, ഈ LSS USS കിട്ടിയ പോലെ NMMS കിട്ടില്ല, ഭയങ്കര ടഫസ്റ്റ് എക്സാമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും പോലെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര വാശിയായി, വാങ്ങിക്കണം. പക്ഷേ ഒറ്റയ്ക്ക് പഠിച്ച് വാങ്ങാൻ പറ്റില്ല. അതിനൊരു കോച്ചിങ് ക്ലാസ് വേണമായിരുന്നു. അപ്പം ഞാൻ ഓൺലൈനായിട്ടൊരു കോച്ചിങ് ക്ലാസ്സിൽ ചേർന്നു. ആദ്യത്തെ ആ ഒരു മാസങ്ങൾ ചേർന്ന സമയത്തൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തോ 8th കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വന്നു, ഒഫീഷ്യലി എൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു, ഇന്ന ദിവസമാണ് എക്സാം. അപ്പോൾ പേടിയായി. ഒരു 1 month ബിഫോറാണ് വന്നത്. ഞാൻ ആ ഒരു 1 month അത്രയും ഹാർഡ് വർക്ക് ചെയ്ത്. ഇതിനാണെങ്കിൽ 9th 10th ഒക്കെ സിലബസ് ചോദിക്കും. 8th എക്സാം എഴുതുന്നത്. പക്ഷേ ഈ സിലബസൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എൻ്റെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബുക്കൊക്കെ കളക്ട് ചെയ്ത് ഞാനതൊക്കെ വായിച്ച്, എത്രത്തോളം വായിച്ച് മനസ്സിലാവുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മളുടെ ആ ഒരു ഏജിലുള്ളതല്ലല്ലോ പഠിക്കുന്നത്. അപ്പോൾ എന്നാലും ക്ലാസ്സസൊക്കെ കണ്ട് ഞാനത് പഠിച്ച് എക്സാം എഴുതി. ഇതേ
ഇതേപോലെ തന്നെ കട്ട് ഓഫിൻ്റെ ജസ്റ്റ് 1 or 2 മാർക്സ് എനിക്ക് കൂടി. സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ട്. ഇപ്പോഴും എനിക്ക് എൻ്റെ സ്കോളർഷിപ്പ് വരുന്നുണ്ട്. ഇപ്പോൾ +1 കിട്ടി 12,000 പെർ ഇയർ, 12,000 ആണ്. ഇനി +2 കൂടെ കിട്ടാനുണ്ട്. അങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി. ഞാൻ പഠിച്ചാൽ ഇതൊക്കെ കിട്ടും, എൻ്റെ പാഷൻ ഇതാണ്. എല്ലാ എക്സാമും ഞാൻ സീരിയസ് ആയിട്ട് കാണുമായിരുന്നു. ഇപ്പോൾ ഈവൻ ഒരു ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ടീച്ചേഴ്സ് എന്നെ പറ്റി എന്ത് വിചാരിക്കും, ആദ്യം നല്ലോണം പഠിച്ചിരുന്ന കുട്ടിയായിരുന്നല്ലോ, പിന്നെ ഇപ്പം എന്താ ഇങ്ങനെയായി, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാ എക്സാമും നന്നായി പഠിച്ചെഴുതും. സോ എനിക്ക് 10th എത്തിയപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ A+ വാങ്ങിക്കണം എന്ന് ഉണ്ടായിരുന്നു. എന്നാൽ അതത്ര റിസ്ക് ആണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഇത്രയും റിസ്ക് ഉള്ള എക്സാമൊക്കെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഞാൻ ഇത് കിട്ടുമെന്ന് വിശ്വസിച്ചു. പക്ഷേ എന്താ പറയുക, ആ ഒരു ലാസ്റ്റ് മന്തൊക്കെ ആയപ്പോൾ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഇതൊരു പബ്ലിക് എക്സാമാണ്, ആദ്യമായിട്ട് എഴുതുന്ന പബ്ലിക് എക്സാം. എൻ്റെ കൂടെയുള്ള എല്ലാവരും ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കലി ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഇനി അഥവാ ഇതൊക്കെ കിട്ടിയിട്ട് എനിക്ക് ഫുൾ A+ കിട്ടാതെ പോകും, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു ആദ്യം മുതലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈവനിങ് ക്ലാസ്, മോർണിംഗ് ക്ലാസ് എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ടയേർഡായി, വീട്ടിലെത്തിയാൽ പഠിക്കാൻ പറ്റാതായി. അതുപോലെ ഫോണിൻ്റെ ഡിസ്ട്രാക്ഷൻ എല്ലാം ടോട്ടലി ഞാൻ എന്താ പറയുക, എന്നിട്ട് ഡിപ്രസ്ഡായ ഒരു സിറ്റുവേഷനായിരുന്നു ആ ഒരു ലാസ്റ്റ് ഇതൊക്കെ ആയപ്പോഴത്തേക്ക്. പിന്നെ എന്താ പറയുക, സ്റ്റഡി ലീവ് കിട്ടി. ആ ഒരു സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഫോണ് ഉപേക്ഷിച്ചു. എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം വരുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ കോള് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാം, ഡൗട്ട് എന്തെങ്കിലും വന്നാൽ ഞാൻ ആദ്യം അവരെ വിളിക്കും. എന്നിട്ട് മാത്രമേ ഞാൻ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുള്ളൂ. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി, ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടെ കമ്പൈൻ സ്റ്റഡി ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ഇപ്പോൾ ലോസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മിററിൻ്റെ ലെൻസ് ഇക്വേഷനൊക്കെ ഉണ്ടായിരുന്നു 10th. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഈ കമ്പൈൻ സ്റ്റഡി കൊണ്ട് ഭയങ്കര യൂസ്ഫുള്ളായി എന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പഠിച്ച് ഇപ്പോൾ ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു. ബയോളജി, സോഷ്യൽ സയൻസ് അതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് അത്രയും തറോ ആവണം, എന്നാൽ മാത്രമേ അത്രയ്ക്ക് എഴുതാൻ വേണ്ടി കഴിയുള്ളൂ. ഇപ്പം മാത്സ് ആണെന്നുണ്ടെങ്കിൽ മാത്സ് പൊതുവെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ അത്രയും ടയേർഡായി ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ മാത്സ് എടുക്കുള്ളൂ. കാരണം എനിക്ക് വായിച്ച് പഠിക്കാനതിനേക്കാൾ കൂടുതൽ താല്പര്യം മാത്സിനോടാണ്. മാത്സ് എന്ന് വെച്ചാൽ എഴുതി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ടയേർഡായി കഴിഞ്ഞാൽ മാത്സ് പഠിക്കാനെടുക്കും. ഇപ്പോൾ മോർണിംഗൊക്കെ ഭയങ്കര പ്രൊഡക്റ്റീവ് ടൈമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ മോർണിംഗിൽ ആദ്യം സോഷ്യൽ എടുക്കും, പിന്നെ ബയോളജി. ഒരു എന്താ പറയുക, ടൈം ടേബിളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് അപ്പം ഞാൻ പഠിക്കും. ഒരു സ്പെസിഫിക് ടൈം ടേബിൾ ഇട്ടുകൊണ്ട് പഠിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം ഇന്ന ടൈമിൽ ഈ ഒരു സബ്ജക്റ്റ് അതെന്തോ എനിക്ക് പറ്റാറില്ല. കാരണം എനിക്ക് ആ സമയത്ത് ചിലപ്പോൾ അത് പഠിക്കാൻ തോന്നില്ല, അല്ലെങ്കിൽ മറ്റത് പഠിച്ച് തീർന്നിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഒരു എന്താ പറയുക, ഫിക്സഡ് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഡെയിലി ഒരു 8 hours ഒക്കെ പഠിക്കുമായിരുന്നു. 8 to 10 മാക്സിമം. 10 വരെ ഒന്നും ഉണ്ടാവാറില്ല. അതുപോലെ ഞാൻ ഒരു നൈറ്റ് ഔളല്ല, ഒരു ഏർലി ബേർഡാണ്. കാരണം എനിക്ക് രാത്രി പെട്ടെന്ന് ഉറക്കം വരും. അപ്പം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴാണോ ഉറക്കം വരുന്നുണ്ട് തോന്നിയാൽ അപ്പം ഞാൻ കിടക്കും. എന്നിട്ട് ഒരു 1 hour 2 hour കഴിഞ്ഞിട്ട് അലാറം വയ്ക്കും. ആ അലാറത്തിന് എണീച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക്. കാരണം ആ ഒരു ക്ഷീണം പോയിട്ടുണ്ടാവും. അപ്പോൾ ഉറക്കം വന്ന സമയത്ത് ഞാൻ ഉറങ്ങും. എന്നിട്ട് രാവിലെ ആവുന്നില്ല, എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാം, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അലാറം വെച്ച് എണീക്കും, ഫ്രഷ് ആവും, എന്നിട്ട് പഠിക്കാനിരിക്കും. എത്ര സമയം വരെയാണോ പഠിക്കാൻ പറ്റുന്നത് അതുവരെ പഠിക്കും. പിന്നെ ഉറക്കം വരുന്നുണ്ട് ഉറങ്ങും. ഇങ്ങനെ ഇൻ്റർവെൽ ഇട്ടിട്ടാണ് ഞാൻ പഠിക്കാനിരുന്നത്. എല്ലാവർക്കും അങ്ങനെ പറ്റുന്നില്ല, പക്ഷെ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ SSLCക്ക് എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റഡി ടിപ്സ് എന്ന് പറയുന്നത്. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.